ഒരു തുറന്ന പോരിലേക്ക് പോവുകയാണ് ഭാഗ്യലക്ഷ്മിയും ആഷിക്കബുവും തമ്മിൽ. WCC വേഴ്സസ് ഭാഗ്യലക്ഷ്മി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭാഗ്യലക്ഷ്മി വളരെ ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസം റിമയ്ക്കും ആഷിക്കബുവിനുമെതിരെ ഉയർത്തിയത്. ആഷിക്കബുവും റിമയും വാർത്തകളിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ അന്വേഷണം നടത്താത്തതെന്ന് മാധ്യമങ്ങളോട് തുറന്നു ചോദിക്കുന്ന തരത്തിലെത്തി കാര്യങ്ങൾ. ഇപ്പോൾ മതം പറഞ്ഞ് ഇരവാദം മുഴക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. മതമില്ലെന്ന് പറയുന്ന ആഷിക്കബു എന്തിനാണ് താനൊരു മുസ്ലിമാണെന്ന് വിശ്വസിക്കുന്നത്? ലഹരി ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന ഉറച്ച നിലപാടാണ് ഭാഗ്യലക്ഷ്മിക്ക്. ആഷിക്കബുവും റിമ കല്ലിങ്കിലും ലഹരി പാർട്ടികൾ നടത്തിയെന്ന വെളിപ്പെടുത്തൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ മുസ്ലിം ആയതിനാലാണ് തനിക്ക് നേരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നതെന്നായിരുന്നു ആഷിക്കബുവിന്റെ വാദം. ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ആക്ടിവിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി. മതമില്ലെന്ന് പറയുന്ന ആഷിക്കബു എന്തിനാണ് താനൊരു മുസ്ലിമാണെന്ന് വിശ്വസിക്കുന്നതെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. റിമ കല്ലിങ്കിലും ആഷിക്കബുവും നടത്തിയ ലഹരി പാർട്ടികളിൽ അന്വേഷണം വേണമെന്നും ഭാഗ്യലക്ഷ്മി ആവശ്യപ്പെട്ടു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആഷിക്കബുവിനെതിരെ ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചത്. ഇവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് പറയുന്നവരാണ് റിമ കല്ലിങ്കൽ അടക്കമുള്ളവർ. എന്നാൽ ഇവർക്കെതിരെ വരുന്ന വാർത്തകൾ വ്യാജമാണെന്നും പറയുന്നു. WCC എല്ലാം ഏകപക്ഷീയമായാണ് കാണുന്നത്. പല സ്ഥലത്തും പോയി മലയാളം ഇൻഡസ്ട്രിയെ പറ്റി വളരെ മോശമായാണ് റിമ കല്ലിങ്കലും പാർവതി തെരുവോത്തുമെല്ലാം പറയുന്നത്. മലയാള സിനിമ മോശമാണെങ്കിൽ ഇവർക്ക് മലയാള സിനിമ വേണ്ടെന്ന് വെച്ചാൽ പോരെ, മലയാള സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറയാമല്ലോ ഇവർക്ക്. ആഷിക്കബുവിനെതിരെയും റിമ കല്ലിങ്കലിനെതിരെയും ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം വേണം. എന്നാൽ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ അതേപടി മുക്കുകയാണ് ഇവിടെ. ആരോപണങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളത് അന്വേഷിക്കണം. നിരപരാധികളാണെങ്കിൽ അവർ അത് തെളിയിക്കട്ടെ. ഇടതുപക്ഷക്കാരനായ ആഷിക്കബു സ്വയം മുസ്ലിമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മതമില്ല എന്നല്ലേ അദ്ദേഹം പറയുന്നത്? അങ്ങനെയുള്ള ആഷിക്കബു എന്തിനാണ് താൻ മുസ്ലിമാണെന്ന് വിശ്വസിക്കുന്നതെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. ഏതായാലും ഇത്തരം വിഷയങ്ങൾ ഭാഗ്യലക്ഷ്മി ചോദിക്കുമ്പോൾ അത് വളരെ കൃത്യമായ നിലപാട് തന്നെയാണ്. ഭാഗ്യലക്ഷ്മിക്കും ഈ വിഷയത്തിൽ ചില വിവരങ്ങൾ അറിയാമെന്ന സൂചനകളാണ് ഇതിലൂടെ ഭാഗ്യലക്ഷ്മി പറഞ്ഞു വെക്കുന്നതും.